പരിപാടിയൊന്നുമില്ല. ഞാൻ നമ്മളെ ജെയ്സൺ എന്നെ നോക്കിയിരുന്നു. അവന്മാര് ക്ലബില് ഓണാഘോഷത്തിന്റെ ഇതില് അത്തപ്പൂക്കള മത്സരം. അതിന്റെ കാര്യം പറഞ്ഞു. ഫസ്റ്റ് പ്രൈസ് 10,000 രൂപ. നിനക്ക് വരയ്ക്കാൻ അറിയാം? പിന്നെ വരയ്ക്കാറിയാവുന്ന ആരെയും കിട്ടിയാലേ കാര്യം നടക്കും. അല്ല തോന്നണ ചുമ്മാ എന്തെങ്കിലും വരച്ച് വെച്ചിട്ട് എനിക്ക് തോന്നല്ല അമ്മാര് ജോലിയും കാര്യങ്ങളായിട്ടൊക്കെ പോവുകയാണ്. അമ്മാര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് വരാം. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി ചെയ്തോളാം. എന്തായാലും വരുമെന്ന് പറഞ്ഞു. നോക്കാം. വിളിച്ചു നോക്ക്. വരണമെങ്കിൽ വരട്ടെ. രാവിലെ വിളിച്ച അങ്ങനെ അവന്മാരെ വെയിറ്റ് ചെയ്ത് തന്നെ ഞാൻ ഇവിടെ ഇരിക്കണേ. കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു തീർന്നില്ല. അവന്മാര് വന്നല്ലോ. അവിടെ നോക്കിയിരിക്കുന്നു. ഇങ്ങനെ ഒരു മടി അതൊക്കെ വലിയ ആൾക്കാരായി പോയിട്ട് എങ്ങോട്ടാ പോയ? അവനെന്തിനാ മുറിച്ചുണ്ടായിരുന്നു? ഇന്നലെ അവരെന്താണൊക്കെ ഇല്ലാത്തത്. എന്തോ പരിപാടി ഉണ്ടെന്ന് നടക്കുന്നുണ്ട്. ഓണത്തിന് അത്ത മത്സരം, അത്തപ്പൂക്കള മത്സരം. മറ്റന്നാളെയാണ് പരിപാടി. അത് സംഭവം അത്ത ഇട്ട് അത് നമ്മൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. ഫസ്റ്റ് പ്രൈസ് എത്രയാടാ? 10,000 രൂപ. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. അതിന്റെ ഡിസൈനാണ്. ഇപ്പൊ ഫോട്ടോ നമ്മള് ഇട്ടതാണോ അല്ല വേറെ എന്തെങ്കിലും ചെയ്തതാണോ എങ്ങനെ അറിയും? നല്ല രീതിയിൽ ഡിസൈൻ വരയ്ക്കാനായിരുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്നാവില്ല. ഞാൻ വരയ്ക്കില്ല. പിന്നെ എനിക്ക് വരയ്ക്കാൻ ക്ലബിന്റെ ഒരു പയ്യ ഉണ്ടായിരുന്നു. ചോദിച്ചു നോക്കാം. അതായത് അതിനെന്താ ശരിയാവില്ല. അത് വേറെ പ്ലാൻ ചെയ്യാം. മറ്റേ റീത്ത് വാങ്ങി സെറ്റ് ചെയ്ത് നല്ല സൈഡ് പൂക്കളൊക്കെ വെച്ച് നമ്മൾ കൊണ്ടുകൊടുത്തില്ലേ അവര് നമ്മളെ ഡിസൈൻ നല്ല പ്രാധാന്യം എന്ന് പറയുമ്പോഴേ നല്ലപോലെ വരയ്ക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ പയ്യനെ തന്നെ വിളിക്കാം. അവനൊന്നും വേണ്ട. അവൻ ശരിയാവില്ല. ഇല്ല അവൻ ശരിയാവില്ല. അതുകൊണ്ടെങ്കിൽ ഞാനില്ല. പൈസ കൊടുക്കില്ല. പൈസയൊന്നുമല്ല. അവന്റെ സ്വഭാവം ഒന്നും തോന്നുന്നില്ല. നമ്മൾ തമ്മിൽ അങ്ങനെ സീനൊന്നുമില്ല. എന്നാലും അവണ്ടെങ്കിൽ ശരിയാവില്ല. അത് ശരിയാവില്ല. എടാ നീ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഞാൻ വന്നു. അവ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനില്ല. നിങ്ങൾ എന്തിനാ ഉണ്ടാക്കും? ഞാൻ പോണോടാ. എന്തിനാവൻ പോയത്? അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പോയത് തന്നെ നന്നായി. അവന്റെ പങ്കുകൂടാൻ കൊടുക്കുകയും ഒരു മാറ്റമില്ല. പക്ഷെ അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾക്ക് സ്പീഡായിട്ട് മറ്റേ പയ്യൻ ഫ്രീ ആയിട്ട് വരച്ചു തരികയും ചെയ്യും. അവന് പൈസയും കൊടുക്കണ്ട. അവൻ പോയതൊന്നും ഇനി ആ പയ്യനായിട്ട് കരാറൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ കുറെ നേരം കൊണ്ട് പൊക്കി അടിക്കാനുണ്ട്. എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. എങ്കിലൊന്നുമില്ലേ ഞാൻ തന്നെ അവസാനം വരയ്ക്കും. നിനക്ക് വരയ്ക്കാതെ സമയത്ത് വരയ്ക്കും. ഇത് നടപടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ റീത്ത് എടുത്ത് വെച്ചിട്ട് അതായത് കുറച്ചുകൂടെ നല്ല ഇതായിരുന്നു. നടക്കണ കാര്യം പറയുന്നത് ഒരു നല്ല കാര്യമാണ് പറഞ്ഞത്. അവൻ വരയ്ക്കായിരുന്നു. 10,000 രൂപ കിട്ടും. അവൻ വരയ്ക്കാമെന്ന് നമ്മൾ പറയണായിരുന്നു. അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അവൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വരയ്ക്കില്ല. വേറെ പയ്യനെ വിളിച്ചു. നീ എന്നെ പറഞ്ഞ ശരിയാണല്ലോ. ഈ ഇന്നലെ അവിടെ തമർത്തി വിടണ്ടായിരുന്നേ. കാര്യം ചെയ്യണം. ഞാൻ പോകാം. നിങ്ങളെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. എല്ലാം പൊളിച്ചിട്ട് എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ അവനെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യും. ഞാൻ പോകും. ഞാൻ പോകാം. നിങ്ങൾ ശരിയാവില്ല. അവൻ പോയ 10,000 രൂപയാണോ പോണത്?
ഓക്കെ. ഞാൻ ഒന്നും പറഞ്ഞു, ജസ്റ്റ് അവനൊന്ന് പ്രോത്സാഹിപ്പിച്ചു തരുന്നു. ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അങ്ങോട്ട് ഉമ്മാരുണ്ടാവുന്നതായിരിക്കും. ആര് വരയ്ക്കും? നീ വരയ്ക്കും. ഈ വരയ്ക്കണം. എനിക്ക് വരയ്ക്കാണ് ഇവിടെ. ഓണത്തിന് ഒരു 10,000 രൂപ കിട്ടണം. ഗ്യാസ് കളഞ്ഞിട്ട് ഹലോ, ഇവിടെ അല്ലേ ഒരു പരിപാടി ഉണ്ടായിരുന്നേ, ഒന്ന് വരുമോ?